ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നേന്ത്രപ്പഴം പുഡിങ്ങുമായിട്ടാണ്. നമുക്ക് ഒരു നേന്ത്രപ്പഴം ഇച്ചിരി പാലും ഇരിപ്പുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം. കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. കാരണം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിതെങ്ങനെ ചെയ്യുന്നതെന്ന് വേഗം നോക്കിയിട്ട് വരാം. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ബട്ടർ വേണമെങ്കിൽ എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴം 4 പീസായി കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ നേന്ത്രപ്പഴമൊക്കെ ആണെങ്കിൽ 1 2 എടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മളിത് ഇതുപോലൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോവണ്ട. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കങ്ങ് മാറ്റാം. ഇനിയിപ്പോൾ എനിക്ക് മോനിക്കൊന്ന് ട്യൂഷൻ ഉണ്ട്. അപ്പം ഞാൻ നല്ല ട്യൂഷൻ സെൻ്ററാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വീഡിയോസിലൊക്കെ ഭയങ്കര കുറവാണ്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ്. എന്താ കാര്യം എന്നൊക്കെ ഞാൻ ഇൻഷാല്ല പിന്നെ പറയാം. അപ്പോൾ എന്തായാലും മോൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1 വീക്കായിട്ട് ഞാൻ അവനെ ആൽബഡോ ഇൻഡിവിജ്വൽ ട്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ഒട്ടും അവൻ്റെ സ്റ്റഡീസ് ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് കേട്ടോ അവർ ചെയ്യുന്നത്. ഓഫ്ലൈനായിട്ട് നമ്മൾ കേരളത്തിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഓൾ കേരള ഉണ്ട്, പിന്നെ UAE, സൗദി, മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇവരുടെ ആ ഒരു ട്യൂഷൻ സെൻറ്ററും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ മോനെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അവൻ അസസ്മെൻറ്റ് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. കാരണം ചെറിയ കുട്ടിയൊക്കെ ആണ്. അപ്പോൾ എന്തൊക്കെ അറിയാമെന്നുള്ള കാര്യത്തിൽ അവർ കറക്റ്റ് അസസ്മെൻറ്റൊക്കെ എടുത്ത് അവരുടെ ആ ഒരു ലെവലൊക്കെ അനുസരിച്ചിട്ടാണ് അവർ ക്ലാസ് കൊടുക്കുന്നത്. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ വരെ അവർ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. CBSE, ICSE, കേരള എല്ലാ സിലബസിനും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് സൗകര്യമുള്ള ടൈമിൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബി ഇതിൻ്റെയൊക്കെ ബേസിക്സ് അറിയാത്തവർക്ക് അങ്ങനെ വേറൊരു സ്പെഷ്യൽ ക്ലാസ്സും ഒക്കെ അവർ കൊടുക്കുന്നുണ്ട്. മോനുവിന് പൊതുവേ ക്ലാസ്സിലിരിക്കാൻ വലിയ മടിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഇരിക്കണമുണ്ട്. പിന്നെ ടീച്ചറെ നല്ല ഇഷ്ടമാണ് കേട്ടോ. കാരണം എപ്പോഴും ഒരേ ടീച്ചർ തന്നെ ക്ലാസ് എടുക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ ശ്രദ്ധിച്ചിരിക്കുകയൊക്കെ ചെയ്യും. നല്ല ക്ലാസ്സുമാണ്. ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെയാണ്. പിന്നെ കുഞ്ഞു കുട്ടിയായതുകൊണ്ട് അത്രയൊക്കെ തന്നെയല്ലേ പഠിപ്പിക്കലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനും പറ്റും. അവൻ്റെ കാര്യങ്ങൾ ആ ട്യൂഷൻ സെൻറ്റർ വഴി കറക്റ്റായിട്ട് ചെയ്യണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആൽബഡോ ഇൻഡിവിജ്വൽ ട്യൂഷൻ സെൻ്ററാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അവൻ്റെ നല്ലൊരു ക്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളെയും പരിചയപ്പെടുത്തിയിട്ടില്ലേ. നമുക്കിനി ബാക്കി വീഡിയോ ചെയ്യാം. അപ്പം ഞാനിത് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 1/2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1.5 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ഡെയിലി ഇപ്പോൾ വീഡിയോ ഇടാത്തതെന്നുള്ളത്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടാതെ ഒന്നിടവിട്ടിടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ പാലിൽ ബ്രെഡ് ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ട്രെയിൽ വെച്ച് കൊടുക്കാം. സൈഡ് കട്ട് ചെയ്തിട്ടുള്ള ഒരു ബ്രെഡാണ് കേട്ടോ. അത് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ബ്രെഡിന് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന ട്രെയിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 6 ബ്രെഡൊക്കെയാണ് എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ എവിടെയെങ്കിലും കുറച്ച് ഗ്യാപ്പ് തോന്നുകയാണെങ്കിൽ അവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഫുൾ എല്ലാ സൈഡിലും ഞാൻ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അത് പകുതി നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. 2 ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പകുതി നമ്മൾ ആദ്യത്തെ ലെയറിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് നട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഉണ്ടെങ്കിൽ കുറച്ചുകൂടി രസമായിരിക്കും കഴിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്, റേസിൻസ്, അതുപോലെ തന്നെ പിസ്ത എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. അതിനകത്തോട്ട് നേരത്തെ ബ്രെഡ് മുക്കി വെച്ചിട്ടുള്ള പാല് തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടിയില്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ നമ്മൾ കട്ടില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു സോസ് പാനിൽ 1.5 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം കൂടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് പാലിൽ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാര എടുക്കുന്നുള്ളൂ. അതിന് നല്ലോണം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം, നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ ഞാൻ ഇതിനകത്തോട്ട് കോൺഫ്ലോറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കോൺഫ്ലോർ നമ്മൾ ചേർത്തതിന് ശേഷം പിന്നെ തീ കൂട്ടി വെക്കരുത്. ചെറിയ തീയിൽ വേണം കോൺഫ്ലോർ വേവിക്കാനായിട്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. അത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു ലെയറിൻ്റെ മേലെ ഇതും ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഫുള്ളായിട്ട് ഞാനിത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. നേന്ത്രപ്പഴമൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇനി ബാക്കി നേന്ത്രപ്പഴം ഫുള്ളായിട്ട് നമ്മൾ മേലത്തെ ലെയറിൽ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇഷ്ടം പോലെ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ അവിടെ കുറച്ച് ബദാം ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുറച്ച് പിസ്ത ചേർക്കുന്നുണ്ട്, കുറച്ച് കൂടുതൽ നട്ട്സ് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ റൈസിൻസും ചേർത്ത്, റൈസിൻസ് ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഒരു 2-3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വയ്ക്കാം. അതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഇത് സെർവ് ചെയ്യാം. കട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും, കാരണം നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ നമുക്കിതൊന്ന് കവറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. നേന്ത്രപ്പഴമായതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ മണമൊക്കെ ഉണ്ടാവും ഇതിങ്ങനെ തുറക്കുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. നിങ്ങൾക്ക് സ്പൂൺ വെച്ചിട്ട് സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെയായാലും ചെയ്യാം. അതുപോലെ തന്നെ ട്രെയിൽ ചെയ്യുന്നതിന് പകരമായിട്ട് ചെറിയ ചെറിയ ബൗളിൽ വേണമെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാനൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് എടുത്ത് കാണിക്കാം. അപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ട്യൂഷൻ സെൻറ്ററിൻ്റെ കാര്യം ആവശ്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.